വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീരീഡിൻ്റെ 16ാമത്തെ ദിവസം ഈ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ചികിത്സയും കൂടാതെ ഒരു മെഡിസിനും എടുക്കാതെ നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ആ 2 ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ പറയുന്ന ഓരോ ടിപ്സും തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുകളൊക്കെ കൊണ്ടുവന്നിട്ട് വേഗത്തിൽ കൺസീവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സാണ്. യാതൊരു തരത്തിലുള്ള മെഡിക്കേഷൻസും നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള രീതിക്ക് നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. നേരെ മറിച്ച് ഡെയിലി എന്നോണം കുറഞ്ഞത് 2 പേരെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുന്നുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസ് കൊണ്ടാണ്. അവർ ചെയ്യുന്ന വർക്കൗട്ട്സിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, കഴിക്കുന്ന ഫുഡിൽ കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അവർക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് നിങ്ങൾക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത്, അത് ഫെർട്ടൈൽ ടൈം പീരീഡിൽ നമുക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സാധ്യതയുള്ള സമയത്ത് കൂടുതലും ഡോഗി സ്റ്റൈൽ, മിഷണറി പോസ് എന്നിങ്ങനെയുള്ള സെക്സ് പൊസിഷൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓവുലേഷൻ എന്ന് പറയുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം നമ്മുടെ ശരീരത്തിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ദിവസമൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. നേരെ മറിച്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 24 hours ഒക്കെയാണ് ഉണ്ടാവുന്നത്. നേരത്തെ ഒരു 5 വർഷം മുൻപൊക്കെ ഇതിനെ പറ്റിയൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് 36 hours വരെയൊക്കെ എഗ്ഗ് ബോഡിയിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം 24 hours ഒക്കെ മാത്രമേ അറ്റം എഗ്ഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഏകദേശം ഈ എഗ്ഗ് വരുന്ന ദിവസത്തിനേക്കാൾ ഒരു 3-4 days മുൻപ് തന്നെ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്ന പുരുഷന്റെ സ്പേം സെൽസ് മാക്സിമം ഒരു 4 to 5 days വരെ നമ്മുടെ ശരീരത്തിൽ നിൽക്കും. പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ആ ഒരു ഡേയ്സിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട്. ഇനി ഇതേ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം 4 to 5 days വരെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ സമയത്ത് എപ്പോഴെങ്കിലും എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് ഇത് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടാണ് ഏകദേശം ഓവുലേഷൻ ടൈം പീരീഡിന് ഒരു 4 to 5 days മുൻപ് മുതൽ കോണ്ടാക്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ്, ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 days കൂടി കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് കുറച്ചധികം സ്പേം സെൽസ് പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. എല്ലാത്തിനും ഒരേപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും പുറത്തേക്ക് വരുന്നത്. അതുപോലെ നമ്മുടെ ബോഡി തന്നെ കുറേയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ടും ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ ഡിസ്ചാർജിന്റെ രൂപത്തിൽ തന്നെ നമുക്ക് പുറത്തേക്ക് വരികയോ ശരീരത്തിനകത്ത് വെച്ചിട്ട് തന്നെ അബ്സോർബ് ആയി പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കോണ്ടാക്ട് കഴിഞ്ഞിട്ട് 15 minutesന് ശേഷം കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും ഡിസ്ചാർജ് ഉള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പൊസിഷനാണ് ഡോഗി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഡോഗി സ്റ്റൈൽ പൊസിഷന്റെ ഫോട്ടോസ് ഒന്നും എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അത് ഭയങ്കര സെക്ഷലി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് വരാനും ചാനൽ ടെർമിനേറ്റ് ആയി പോകാനായിട്ടും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇമേജ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ ഒരു പൊസിഷൻ അറിയില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഡോഗി സ്റ്റൈൽ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ത്രീകൾ സാധാരണ കുമ്പിട്ടാണ് നിൽക്കുന്നത്. പുരുഷൻ പുറകിൽ വരുന്ന രീതിക്കാണ് ഈ ഒരു പൊസിഷൻ വരുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കുമ്പിട്ട് നിൽക്കുന്ന ഒരു രീതിക്കായതുകൊണ്ട് തന്നെ ഒരു കാറ്റ് ആൻഡ് കൗ പോസ്, ഒരു കൗ പോസ് യോഗ എന്ന് പറഞ്ഞിട്ടൊരു യോഗ പോസ് ഉണ്ട്. ആ ഒരു പോസിലാണ് നമ്മൾ ഏകദേശം നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് അകത്തേക്ക് പ്രവേശിക്കാനും ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ നല്ല പ്രോപ്പറായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ഇത് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ മാക്സിമം നിങ്ങൾ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു പൊസിഷനിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പരസ്പരം ഇജാക്കുലേഷൻ സംഭവിച്ച് സെപ്പറേറ്റ് ആകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുൾ ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരാതെ ഒരു 2 സെക്കൻഡോ അല്ലെങ്കിൽ 1 സെക്കൻഡോ ആ ഒരു പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഡ്രോപ്പ് വരെ പുറത്തേക്ക് പോയി എന്നുള്ളൊരു അവയർനെസ് ഹസ്ബൻഡിന് കിട്ടുന്ന സമയത്ത് പതുക്കെ സെപ്പറേറ്റ് ആകാനായിട്ട് നോക്കുക. പെട്ടെന്ന് നിങ്ങൾ 2 പേര് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഗ്രാവിറ്റി ഫോഴ്സിൽ ചിലപ്പോൾ കീഴ്പോട്ടേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷവും നമ്മൾ പുരുഷൻ സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ടും സ്ത്രീകൾ ആ ഒരു പൊസിഷൻ ഒരു 60 സെക്കൻഡ് വരെയെങ്കിലും ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇത് കൂടുതൽ സ്പേം സെൽസ് കൂടുതൽ വേഗത്തിൽ പെട്ടെന്ന് അടുത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് പോർഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഫെർട്ടിലൈസേഷൻ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഈ ഒരു പൊസിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, അങ്ങനെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ, നടുവേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒട്ടും എൻജോയബിൾ ആകുന്നില്ല, 2 പേര് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് ആസ്വദിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല, ഫോർ പ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക്
മാറ്റിയിട്ട് മിഷണറി പോസിലാണെങ്കിലും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഫോർപ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നിങ്ങൾ ഓക്കെയാണ്, സെറ്റാണ് എന്ന് തോന്നുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പൊസിഷനിലോട്ട് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഈ റിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ സംസാരിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്ന ഒരു പൊസിഷനും അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ച് നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഈ ഒരു പൊസിഷനും മിഷണറി സ്റ്റൈലുമാണ് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാ ദിവസവും ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് രാവിലെ സമയത്തെങ്കിലും ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസസ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. അടുത്തതായി ഇനി ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തു, നിങ്ങൾ പരസ്പരം ഇജാക്കുലേഷൻ സംഭവിച്ചിട്ട് 1 സെക്കൻഡോളം 2 സെക്കൻഡോളം ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തു, ഹസ്ബൻഡ് സെപ്പറേറ്റ് ആയി, നിങ്ങളും വീണ്ടും ഒരു 60 സെക്കൻഡ് വരെ ഈ ഒരു പൊസിഷനിൽ നിന്നു. ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് നേരെ അങ്ങോട്ട് കിടക്കുക. നേരെ അങ്ങ് മലർന്ന് കിടന്നതിന് ശേഷം ഹാപ്പി ബേബി യോഗ പോസ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ ഹാപ്പി ബേബി യോഗ പോസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കോൺടാക്ട് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് 60 സെക്കൻഡ് കഴിഞ്ഞു, നിങ്ങൾ ആ പൊസിഷൻ തന്നെ നിങ്ങൾ മാത്രം ആ ഒരു പൊസിഷനിൽ കിടന്നു, 16 സെക്കൻഡ് കഴിഞ്ഞു ശേഷം നിങ്ങൾ നേരെ കിടക്കാനായിട്ട് നോക്കുക. നേരെ കിടന്നിട്ട് ഈ ഹാപ്പി ബേബി യോഗ പോസ് ചെയ്യാനായിട്ട് നോക്കുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യോഗ പോസ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ, അതിനുശേഷമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. ഓവുലേഷൻ സമയത്തും ഇംപ്ലാന്റേഷൻ സമയത്തും ഒക്കെ ചെയ്യാം കേട്ടോ. കുട്ടികൾ സന്തോഷമായിട്ടിരിക്കുന്ന സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, അവർ 2 കാലുകളും ഉയർത്തിപ്പിടിച്ച് കൈയും ഇങ്ങനെ പൊക്കിയിട്ട് കാലിട്ടൊക്കെ അടിക്കുന്നുണ്ടാകും. ഈ ഒരു യോഗ പോസാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ കാലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹാപ്പി ബേബി യോഗ പോസിൽ നിങ്ങളൊരു യോഗ മാറ്റിലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫേസിലോ കിടക്കാനായിട്ട് നോക്കുക. നേരെ കിടന്നിട്ട് നമ്മുടെ 2 കാലുകളും നമ്മൾ ഉയർത്തുക, 2 കൈകളും നമ്മൾ ഉയർത്തുക. ഈ ഓരോ കാലുകളും നമ്മുടെ കൈകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു വിരലിൽ നമ്മൾ പിടിച്ചിട്ട് കിടക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ഹാപ്പി ബേബി യോഗ പോസിനെ അനന്ത ബാലാസന എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് 2 കാലുകളും 2 കൈകളും ഉയർത്തിയിട്ട് നമ്മൾ ചെയ്യുന്ന യോഗ പോസാണ്. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. അത് ഹാപ്പി ആയിട്ടിരിക്കുന്ന, ആനന്ദപ്പെട്ടിരിക്കുന്ന, സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കുഞ്ഞ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് കേട്ടോ. ഇത് നമ്മുടെ ബാക്കും ആംസും ഷോൾഡറും ഒക്കെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ ഉള്ള ആളുകളുണ്ട്. സിസേറിയൻ കഴിഞ്ഞില്ലെങ്കിലും ബാക്ക് പെയിനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു സ്ട്രെങ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഈ ഒരു യോഗ പോസ് ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കുന്നു. നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നോ അത്രത്തോളം നമ്മൾ ആ ഒരു കുഞ്ഞെന്ന സ്വപ്നത്തിൽ നിന്ന് അകന്നാണ് പോകുന്നത്. ആ ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ചില ആളുകൾ ചിന്തിക്കാതെ തന്നെ ആ ഒരു കാര്യത്തിലോട്ട് വീണ് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിലാണ് കൂടുതലും ടെൻഷൻ ആകുന്നത്. ഒപ്പം ഒരാൾ ഇരിക്കുമ്പോൾ നമ്മൾ അത്രയും അങ്ങോട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലുള്ള യോഗ പോസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മൾ പ്ലെയിൻ സർഫേസിൽ കിടന്നിട്ട് കൈയും കാലും ഒക്കെ ഉയർത്തി നമ്മൾ കിടക്കുമ്പോഴേക്കും ഇത് പെൽവിക്കിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ശരീരത്തിന് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നമ്മുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കുന്നു. ഒപ്പം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ദിവസവും ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ യോഗ പോസ് മിനിമം ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം നിങ്ങൾക്ക് 15 മിനിറ്റ് എന്നുള്ളത് ആ ഒരു സമയം നിങ്ങൾ ചെയ്താൽ മതി. രാവിലെ ചെയ്യുക, ഉച്ചയ്ക്ക് ചെയ്യുക, വൈകുന്നേരം ചെയ്യുക. അങ്ങനെ എപ്പോഴൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടോ ആ സമയത്ത് നിങ്ങൾക്ക് റിലാക്സിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് സൈഡിൽ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു യോഗ പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹാപ്പി ബേബി യോഗ പോസ് ഞാനിപ്പോൾ ഡീറ്റെയിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ഇമേജും കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കാം. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഹാപ്പി ബേബി യോഗ പോസ് ആനന്ദ ബാലാസന. ഇത് 3ഉം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം വരെയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രൊജസ്ട്രോണിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടെങ്കിലോ ലെട്രസോണിന്റെ മെഡിസിൻ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലോ വിറ്റമിൻ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലോ ഈ 3 ടിപ്സും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ.
ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഇത് എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു 30 ദിവസം നമുക്കൊരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പോകുന്നുണ്ടെങ്കിൽ 17 ദിവസമോ 18 ദിവസമോ ഒക്കെ ഒരു മാസത്തിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ എക്സസൈസ് നിങ്ങൾക്ക് എന്നും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.